അതൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നിപ്പോ കേന്ദ്ര മന്ത്രിയാണ്. പക്ഷെ അതിലേക്ക് ഉപരിയായിട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അതാണ് നമ്മുടെയൊക്കെ ഒരു വലിയ ആദരവിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളത്. ഇന്നിപ്പോ അദ്ദേഹം തൃശ്ശൂരത്തെ ഒരു ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയെഴുത്താണ്. അദ്ദേഹത്തിന്റെ മനസ്സിലെ നന്മകൾ തിരിച്ചറിഞ്ഞ് മലയാളികൾ എപ്പോഴും അങ്ങനെയാണ്. മലയാളികൾ ഈ നന്മകളെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ്. അവിടെ രാഷ്ട്രീയത്തിനും മറ്റുമൊക്കെ അതീതമായിട്ട് മനുഷ്യന്റെ നന്മയെ കാണുകയും അത് തിരിച്ചറിയുകയും ആ നന്മയെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒന്നാണ് മലയാളി മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ ഒരു നന്മയുടെ വിജയമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ വിജയത്തെ കാണുന്നത്. അദ്ദേഹം ഒരു മികച്ച കലാകാരനെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. കലാകാരൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഈ സമൂഹത്തെ മുഴുവൻ അത് സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും എല്ലാ രീതിയിലും ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള വലിയ ഒരു ശക്തി കലയ്ക്ക്, കലാസൃഷ്ടിക്ക്, കലാകാരനുണ്ട്. ആ ഒരു വലിയ ദൗത്യം കൂടി അദ്ദേഹം ഇന്നിപ്പോ തൃശ്ശൂരിന്റെ അല്ല, അദ്ദേഹം കേരളത്തിന്റെ, ഇന്ത്യയുടെ ഒരു വലിയ സ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു സമഗ്രമായ വികസനത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഒരുപാട് വലിയ വലിയ പദ്ധതികൾ ഈ കേരളത്തിന് അത് വലിയ രീതിയിൽ വികസനത്തിന്റെ പാതയിലേക്കൊക്കെ നയിക്കുന്ന വലിയ പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതിന് ഈ കേരളീയ സമൂഹത്തിന്റെ പൂർണ്ണമായ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാകും. അത് ഈ അവസരത്തിൽ ഒരു മലയാളി എന്ന രീതിയിൽ അത് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണ, അത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ആ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു വലിയ ഒരു പ്രതീകം കൂടിയായിട്ടുള്ള അദ്ദേഹം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനൊക്കെ എത്രയോ മുമ്പ് എത്രയോ മനുഷ്യരെ അദ്ദേഹം സഹായിച്ചത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എത്രയോ മനുഷ്യരെ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിൽ സജീവമായി ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ മനസ്സിന്റെ ഉടമയാണ്. ആ മനസ്സ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മളെയൊക്കെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. അത് മലയാളികൾക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. കേരളത്തിന് മുഴുവൻ അതൊരു വലിയ നന്മയുടെ ഒരു വലിയ പ്രവാഹം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ കേരളത്തിന് ലഭ്യമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അദ്ദേഹത്തിന് ഇനിയും സിനിമയിൽ, കലാരംഗത്ത് ഒക്കെ വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു മുഖത്തിലല്ല ഞങ്ങളൊന്നും കാണുന്നത്. കാര്യം രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവമുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഭാവമല്ല പലപ്പോഴും. അതിനൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിന് നമ്മൾ നൽകിക്കുന്ന ഒരു പരിവേഷം അത് നിറഞ്ഞ മനുഷ്യസ്നേഹി എന്നുള്ള ഒരു പരിവേഷം കൂടിയാണ്. അത് തീർച്ചയായും സാധാരണ മനുഷ്യന്, സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപാട് പ്രയോജനകരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗമാണ് അദ്ദേഹം. സിനിമാ കുടുംബം നമ്മുടെ എല്ലാം കുടുംബാംഗമാണ്. അങ്ങനെ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ ഈ ഒരു വലിയ സ്ഥാനലബ്ധിയിൽ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ സന്തോഷവും നിറഞ്ഞ മനസ്സോടുകൂടി അറിയിക്കുന്നു. ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും ഒന്നുകൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.